കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിന് സമീപത്തിൽ ഓട്ടോയിൽ കടത്തുകയായിരുന്ന 2.25 കോടി പിടിച്ച കേസിൽ ആദായ നികുതി വകുപ്പ് അന്വേഷണം വിപുലമാക്കി. തുണിക്കട ഉടമയെ ആദായനികുതി വകുപ്പ് ചോദ്യം ചെയ്തു. കണക്കിൽപ്പെടാത്ത പണത്തിൽ അവ്യക്തതയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അരുൺ ശങ്കർ വിവരങ്ങളുമായി. അരുൺ, ഇതൊരു സ്ഥലവിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും പണം കടത്തിയതെന്നാണ് ആദ്യം ഈ കൂടെ പിടികൂടിയവരിൽ നിന്നുള്ള ആളുകളുടെ മൊഴി. ഈ തുണിക്കട ഉടമയെ ചോദ്യം ചെയ്തതിൽ നിന്ന് എന്ത് വിവരമാണ് കിട്ടുന്നത്? കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം പോകുന്നുണ്ടോ? ഇന്നലെയായിരുന്നു വെല്ലിംഗ്ടൺ ഐലൻഡ് സമീപത്ത് നിന്ന് ഓട്ടോയിൽ കടത്തുകയായിരുന്ന 2,70,00,000 രൂപ പോലീസ് പിടികൂടുന്നത്. ഇത് ഒരു ടെക്സ്റ്റൈൽസ് ഉടമ തന്നുവിട്ടതാണ് എന്നുള്ളതായിരുന്നു ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞത്. ഓട്ടോയിൽ ഉണ്ടായിരുന്നവർ ഒരാൾ ബീഹാർ സ്വദേശിയും ഒരാൾ തമിഴ്നാട് സ്വദേശിയുമാണ്. ഇവർക്ക് പരസ്പരം അറിയുന്ന ആൾക്കാരുമല്ല എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തുന്നത്. ഈ പണം എന്തിനു വേണ്ടിയായിരുന്നു, ഇതിന് സ്രോതസ്സുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ആദായ നികുതി വകുപ്പ് ഈ ടെക്സ്റ്റൈൽസ് ഉടമയെ ചോദ്യം ചെയ്തു. പക്ഷേ ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി വിശ്വാസയോഗ്യമല്ല എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം തുടരാൻ തന്നെയാണ് ആദായ നികുതി വകുപ്പിൻ്റെ തീരുമാനം. സമാന്തരമായ അന്വേഷണമാണ് നടക്കുന്നത്. പോലീസിൻ്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. ഈ ടെക്സ്റ്റൈൽസ് ഉടമയെ പോലീസ് നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഈ ടെക്സ്റ്റൈൽസിൽ GST വകുപ്പ് നടത്തിയ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അതിലാണ് നോട്ടുകെട്ടുകൾ അടുക്കി വെച്ചിരിക്കുന്ന ദൃശ്യമുള്ളത്. ഇതിൽ 6.7 കോടി രൂപയാണ് ഇത്തരത്തിൽ GST വകുപ്പ് പരിശോധന നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ വൻതോതിൽ പണം എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നതെന്നും ഇങ്ങനെ സാധാരണഗതി വലിയ ട്രാൻസാക്ഷനൊക്കെ ഓൺലൈനായിട്ട് നടത്തണം എന്നുള്ളത് റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശമാണ്. ഒരു പരിധിയിൽ കവിഞ്ഞിട്ടുള്ള ഇടപാടൊക്കെ ഓൺലൈനിൽ നടത്തണം എന്നുള്ളതാണ് നിർദ്ദേശം. പക്ഷേ അതിനപ്പുറത്തേക്ക് നേരിട്ടുള്ള ഇടപാടുകൾ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ആദായ നികുതി വകുപ്പ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.